നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയാഘാതം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മരണത്തിലോട്ടുമൊക്കെ തന്നെ പോകാൻ ഇടയുണ്ട്. ഇതിന്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന വിഷയമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രി കൃഷ്ണകുമാറാണ്. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഹൃദയാഘാതം കൂടി വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് എങ്ങനെ ഇതിനെ തടയാൻ പറ്റും? കാരണം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. അതിലൂടെയൊക്കെയാണോ ഈ ഹൃദയാഘാതം എന്ന് പറയുന്ന രോഗം വരുന്നത്? ഹൃദയാഘാതം സാധാരണഗതിയിൽ ഇപ്പോൾ കൂടി വരാനുള്ള കാരണം പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇപ്പം റീസെൻ്റായിട്ട് വന്ന് അല്ലെങ്കിൽ ഈ ഒരു സെഞ്ച്വറിയിൽ വന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മളിപ്പം ആഹാരം കഴിക്കുന്ന രീതി, ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ എക്സസൈസും മറ്റും കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജനറലി ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ജനിതകമായ പണ്ട് കണ്ടുപിടിക്കപ്പെടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതും ആകാം കാരണം. പിന്നെ മനുഷ്യൻ്റെ ആയുസ് കൂടി വരുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള അസുഖങ്ങൾ സാധാരണഗതിയിൽ കൂടുതൽ നാച്ചുറലാണ്. പ്രധാനമായിട്ടും എന്നാലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ഹൃദയാഘാതം കൂടാനായിട്ട് മെയിനായിട്ടുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. ഡോക്ടർ, അതുപോലെ ഈ പുകവലി, മദ്യപാനം, ഇത്തരം ശീലങ്ങൾ എത്രത്തോളം കാരണമാകുന്നുണ്ട് ഹൃദയാഘാതത്തിന്? പുകവലി, മദ്യപാനം, തീർച്ചയായിട്ടും മദ്യപാനം ഒരു പരിധിവരെ മാത്രമേ ഹൃദയത്തിനെ അഫക്റ്റ് ചെയ്യാറുള്ളൂ. മദ്യപാനം സ്ഥിരമായിട്ട് മദ്യം എടുക്കുന്നവർക്ക് ഹാർട്ടിൻ്റെ മസിൽസിനെ അത് ബാധിക്കുകയാണ് പതിവ്. ഹാർട്ടിൻ്റെ മസിൽസ് വീങ്ങി വരികയും ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നൊരു അവസ്ഥയിലേക്കും പോകുകയാണ് പതിവ്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിൽ പുകവലി പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. പുകവലിയിലുള്ള പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഹൃദയത്തിലെ രക്തധമനികളിൽ ക്ലോട്ട് ഉണ്ടാക്കുന്നതായിട്ടും ആ ക്ലോട്ട് രക്തധമനികളെ അടയ്ക്കുന്നത് വഴി ഹൃദയാഘാതം ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതുകൂടാതെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോൾ ലെവൽസ്, ഒബീസിറ്റി, ഇപ്പോഴത്തെ ഒരു സെഞ്ച്വറിയിലെ പുതിയ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന ഒബീസിറ്റിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ കൊണ്ട് അമിതവണ്ണം, അമിതഭാരം ഉണ്ടാകുക. അത് തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏഷ്യൻ പോപ്പുലേഷനിൽ ജനറലി അബ്ഡോമിനൽ ഒബീസിറ്റി എന്ന് പറയും. ഫാറ്റിൻ്റെ അംശം വളരെ കൂടിയ ഒരവസ്ഥ, പ്രത്യേകിച്ചും വയറ്റിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നൊരവസ്ഥ, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണക്രമത്തിലുള്ള വ്യതിയാനങ്ങൾ, അതായത് നമ്മൾ നേരത്തെ കഞ്ഞിയും പയറും കഴിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഫാസ്റ്റ് ഫുഡും ഓയിലി ആയിട്ടുള്ള ഫുഡും കഴിക്കുന്നത് കൂട്ടുന്നതോടുകൂടി കൂടുതലായതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും ഇതെല്ലാം തന്നെ പുകവലിയോടൊപ്പം ഹൃദയാഘാതം കൂട്ടുന്നതായിട്ട് കാണുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണം ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ഇത് കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന മരണം പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് 3 രീതിയിലാകാം. ഒന്ന് ഹൃദയാഘാതം കൊണ്ട്, രണ്ടാമത്തത് ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ട്, മൂന്നാമത്തത് ഹൃദയത്തിലെ പേശികളുടെ കട്ടി കൂടുതലോ കട്ടി കുറഞ്ഞോ ഒരവസ്ഥയിലേക്ക് പോകുന്നത് വഴിയുള്ളത്. അപ്പോൾ അത് കുഴഞ്ഞു വീഴുന്ന മരണം എന്ന് പറയുന്നത് ഹൃദയാഘാതം കൊണ്ട് തന്നെയാണ് ജനറലി വരുന്നത്. കുഴഞ്ഞു വീഴുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഉദാഹരണത്തിന് ഷുഗർ കുറഞ്ഞുകൊണ്ടാവാം, ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് പക്ഷാഘാതം, ഷെന്നിയുടെ അസുഖം, ഇതൊക്കെ കാരണവുമാകാം. പക്ഷേ മരണം കാരണം യൂഷ്വലി ഹൃദയാഘാതം കൊണ്ടാണ് വരുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹൃദയാഘാതം തന്നെയാണ്. ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് വഴി രക്തധമനികൾ അടഞ്ഞു പോകുകയും ഹൃദയപേശികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഓക്സിജൻ പെട്ടെന്ന് കിട്ടാതാവുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളം തെറ്റുന്നു. താളം തെറ്റിയ മിടിപ്പുണ്ടെങ്കിൽ സാധാരണ ഒരു 4 മുതൽ 8 മിനിറ്റിനകം മരണം സംഭവിക്കാൻ കാരണമാകുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് അബോധാവസ്ഥയിൽ പോകുന്ന ഒരു അവസ്ഥ വരും. ഒരു 4 മിനിറ്റിനുള്ളിലാണെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെ പേഷ്യൻസിനെ റിവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ 4 മിനിറ്റിന് ശേഷം ഒരു 8 മിനിറ്റിനുള്ളിലാണെങ്കിൽ യൂഷ്വലി മരണം സംഭവിക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങളാണ്.
അത് ചാനലോപ്പതീസ് എന്ന് പറയാം, അല്ലെങ്കിൽ അബ്നോർമലായിട്ട്, ഉദാഹരണത്തിന് നമുക്ക് ഹൈവേ റോഡ് ഉണ്ടെങ്കിൽ സർവീസ് റോഡ് പോലുള്ള അബ്നോർമലായിട്ടുള്ള ചില പാത്വേസ് ശരീരത്തിൽ ഉണ്ടാകാൻ ഹൃദയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പാത്വേസ് വഴി സാധാരണ അബ്നോർമലായിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് താറുമാറാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചാനലോപ്പതീസ് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് ബീറ്റാ ബ്ലോക്കേഴ്സ് മുതലായ മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ICD മുതലായ പേസ് മേക്കർ പോലുള്ള ഡിവൈസസ് ഇംപ്ലാന്റ് ചെയ്യുകയോ ചെയ്യുന്ന വഴി ഒരു പരിധിവരെ അത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അതായത് ഹൃദയ പേശികളിലെ തിക്നെസ് കൂടുന്നത് വഴി അബ്നോർമലായിട്ടുള്ള മിടിപ്പുകൾ ഉണ്ടാകുകയും ആവശ്യത്തിന് പമ്പിങ് കിട്ടാതെയും വരുന്ന ഒരവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. ഉദാഹരണം കോവിഡ് മാതിരിയുള്ള വൈറൽ പനികൾ വന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഡാമേജ് വരികയും ഹാർട്ട് വീങ്ങി വരുന്നൊരവസ്ഥയിൽ പമ്പിങ് കുറയുകയും, സാധാരണ 50 മുതൽ 70% വരെ പമ്പിങ് ഉള്ള ഒരാൾക്ക് 35% താഴെ പമ്പിങ് വരികയും ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളം തെറ്റാൻ കാരണമാകുന്നു. ഇങ്ങനെ തെറ്റിയ ഹൃദയമിടിപ്പ് വരുന്നവർക്ക് ഒരു പരിധി വരെ 1 മിനിറ്റോ 2 മിനിറ്റോ പെട്ടെന്ന് അബ്നോർമലായിട്ടുള്ള മിടിപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം കുറയുകയും ഒരു 4 മിനിറ്റിനുള്ളിലാണെങ്കിൽ അത് പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോകാനും കാരണമാകുന്നു. അത് നമ്മൾ റിവൈവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 8 മിനിറ്റിനുള്ളിലാണെങ്കിൽ മരണം സംഭവിക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിന് കാരണമാകുന്നത്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പുക വലിക്കുന്നത് മൂലവും അതുപോലെ തന്നെ മദ്യപിക്കുന്നത് മൂലവും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഈ പുക വലിക്കുന്നവർ ആസ്പിരിൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും നല്ലതല്ല. കാരണം വെച്ചാൽ ഒരു പുകവലിക്കുന്ന ആൾക്ക് ഇപ്പോൾ 2-3 സിഗരറ്റ് ഒരു ദിവസം വലിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ഹൃദയാഘാതം ഉണ്ടാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആസ്പിരിൻ മുതലായ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്ട്സും അതിനുണ്ട്. ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് നമ്മൾ ആസ്പിരിൻ കഴിക്കുമ്പോൾ വയറിലും മറ്റും അൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, ഈ മരുന്ന് കഴിച്ചാൽ അതുകൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്, എത്രത്തോളം ദൂഷ്യവശങ്ങളുണ്ട്, ഇത് താരതമ്യം ചെയ്തതിന് ശേഷം വേണം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മരുന്ന് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രോണിക്കായിട്ട് കുറേ നാളുകളായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഒരു പരിധി വരെ ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം സിഗരറ്റ് വലിക്കുമ്പോൾ, ഇപ്പോൾ ചിലരാണെങ്കിൽ ആഴ്ചയിൽ മാസത്തിലൊരു സിഗരറ്റ് ആയിരിക്കും വലിക്കുന്നത്, ചിലർ ഒരു ദിവസം തന്നെ 3 പാക്കറ്റോളം വലിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ റിസ്ക് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആസ്പിരിൻ മുതലായ ഗുളികകൾ കൊടുക്കാൻ പാടുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏത് പ്രായം മുതലാണ് ഇത്തരം കരുതലുകൾ എടുക്കേണ്ടത്? ഇപ്പം ഭക്ഷണക്രമമായാലും വ്യായാമം, ഉറക്കം എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്. ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ, ഷുഗർ മുതലായ അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ജിമ്മിൽ പോയി സ്ട്രെന്നസ് ആയിട്ടുള്ള ഐസോമെട്രിക് എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും റെഗുലറായിട്ടൊരു എയറോബിക് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കുഴഞ്ഞു വീഴുന്ന മരണം ജനിതക കാരണങ്ങളാൽ കൂടെ ഉണ്ടാകും. ഉദാഹരണത്തിന് പുനീത് കുമാർ എന്ന് പറഞ്ഞ കന്നഡ ആക്ടർ, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് പലരും, അല്ലെങ്കിൽ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യൻ, ഇങ്ങനെ പലർക്കും ജിമ്മിൽ പോയും മറ്റും അല്ലാതെയും മരണം സംഭവിക്കുന്നത് ഒരു കൃത്യമായ വ്യായാമ രീതി ഇല്ലാത്തത് കൊണ്ടോ മറ്റോ അല്ല, അവർക്ക് ജനിതകമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ബേസിക് ആയിട്ടുള്ള ചില ചെക്കപ്പുകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ്, നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരാൾ സ്ട്രെന്നസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ തലമുറകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പലർക്കും ചെറുപ്പത്തിൽ തന്നെ കൊഴിഞ്ഞു വീണ, ഉദാഹരണത്തിന് നമ്മുടെ പിതാവിൻ്റെ സഹോദരനോ മാതാവിൻ്റെ സഹോദരനോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലും തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിച്ചതോ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് സർവൈവ് ചെയ്തതായിട്ടുള്ള ചരിത്രം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ജനറ്റിക് ഹിസ്റ്ററി എടുക്കുകയും അവർക്ക് ബേസിക്കലി ഒരു ഡോക്ടറിൻ്റെ ചെക്കപ്പും നടത്തിയതിന് ശേഷം മാത്രമേ എക്സസൈസ് മുതലായ കാര്യങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കൽ റെഗുലറായിട്ട് വ്യായാമം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. തുടക്കത്തിൽ എപ്പോഴും വ്യായാമം വളരെ കരുതലോടുകൂടി വേണം ചെയ്യാനായിട്ടുള്ളത്. ശരി ഡോക്ടർ, എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതും അതുപോലെ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഹൃദയാഘാതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ളത്?
ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ ശരിക്കും സഡൻ കാർഡിയക് ഡെത്ത് അല്ല, ഹൃദയാഘാതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സഡൻ കാർഡിയക് ഡെത്തിന്. അപ്പം ഹൃദയാഘാതം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണക്രമത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ സാധാരണ അരിയാഹാരം വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ രാത്രി അരിയാഹാരമാക്കാതിരിക്കുക, ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡ്, ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, കൊഴുപ്പ് അധികമുള്ള ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക. ഫാസ്റ്റ് ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യുക. എണ്ണ പലഹാരങ്ങൾ, മധുരപാനീയങ്ങൾ എന്നിവ അവോയ്ഡ് ചെയ്യുക. ഒരു ഗ്ലാസ് മാത്രം പാൽ, കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ കട്ടൻ ചായ, കട്ടൻ കാപ്പി അങ്ങനെയുള്ള കുടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് തടയാവുന്നതാണ്. മത്സ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗോതമ്പും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ശ്രദ്ധ ഭക്ഷണത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഭക്ഷണ ക്രമീകരണം കൊണ്ട് തന്നെ ഹൃദയാഘാതം തടയാവുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും പവിത്രനാണ്. പവിത്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ പവിത്രൻ. സാർ, 2009 ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അതിനുശേഷം കൃത്യമായി ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ സംശയം, ഇടയ്ക്ക് 2 ഫെഗ് കഴിക്കുന്നതിനെ കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇടയ്ക്ക് കേട്ടില്ല പവിത്രൻ, ഉറക്കെ പറയൂ. 2009 ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാണ്. മനസ്സിലായി. മരുന്ന് ഉറങ്ങാതെ കഴിക്കുന്ന ആളാണ്. മുളകാതെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഉച്ചക്കത്തെ ഒരു ഗുളികയും, പിന്നെ ഒരു രാത്രിത്തെ കൊളസ്ട്രോളിന്റെ ഒരു 10 മില്ലിന്റെ ഒരു ഗുളികയും, ഒരു പ്രഷറിന്റെ ചെറിയൊരു ഗുളികയും ഉള്ളൂ, 25 മില്ലിന്റെ. അതിന്റെ പേരെനിക്കറിയില്ല കൃത്യമായി. അപ്പൊ ഞാൻ ഇടയ്ക്ക് 2 ഫെഗൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പം വരുമോ എന്നുള്ളതാണ്. അല്ല, എന്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്? ബ്രാൻഡി, 2 ഫെഗ് ബ്രാൻഡി ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിവതും മദ്യം, പണ്ട് കാലത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ മദ്യം കുറച്ച് കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണെന്നും മറ്റുമാണ്. പക്ഷേ നമ്മളെപ്പം മദ്യപാനം സ്റ്റാർട്ട് ചെയ്താലും അതിനൊരു അഡിക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പം ഒരു സോഷ്യൽ ഇവൻറ്റിൽ മാത്രമായിട്ട് മദ്യം കഴിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ അത് സ്ഥിരമായിട്ട് പിന്നെ കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും പിന്നെ അഡിക്ഷൻ ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കുറച്ച് മദ്യം അല്ലെങ്കിൽ വൈനോ എന്തെങ്കിലും കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് നല്ലതാണെന്ന് പണ്ട് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ മദ്യപാനം ഹാനികരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ ലോങ് ടേമിൽ നമുക്ക് അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്, നമുക്ക് ലിവറിന് അസുഖം വരാൻ, കരളിന് പ്രത്യേകിച്ച് അസുഖം വരാൻ സാധ്യതയുണ്ട്. ഹാർട്ടിന് ഈ പറഞ്ഞ കണക്ക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ മസിൽസ് വീർത്ത് വരുന്നൊരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബ്രാൻഡി കഴിവതും കഴിക്കേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഒത്തിരി പേർക്ക് ഈ സംശയമുണ്ട്. ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ നടത്തുന്ന വഴിയാണ്. എല്ലാ ദിവസവും ഒരു 8 മണിക്കൂർ ഉറങ്ങുക. ജോലി സ്ഥലത്തും മറ്റുമുള്ള സ്ട്രെസ്സ് നമ്മൾ മെഡിറ്റേഷൻ വഴി കുറയ്ക്കുക. ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിക്കുക. ഭക്ഷണം ക്രമീകരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പ് കുറച്ച ആഹാരം, മധുരം അധികം കഴിക്കേണ്ട, വറുത്തതും പൊരിച്ചതും, ഉപ്പിലിട്ടത്, അച്ചാറ്, മുട്ടയുടെ മഞ്ഞ തുടങ്ങിയവ അവോയ്ഡ് ചെയ്യുക. മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ്. മത്സ്യം കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നല്ല രീതിയിൽ കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ വളരെ നേരത്തെ 20 വയസ്സിൽ തന്നെ അടിക്കടി ചെക്ക് ചെയ്തതിന് ശേഷം അത് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതി ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കുക. എന്നിവ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാവുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ തൈറോയ്ഡ് മുതലായവ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് കാരണം ഒരു പരിധി വരെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് മുതലായ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ചികിത്സ കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ദിവസവും ആഴ്ചയിൽ ഒരു 5 ദിവസം അരമണിക്കൂറെങ്കിലും നടക്കാനായിട്ട് പോവുക. നടത്ത തന്നെ ആക്ച്വലി നമ്മുടെ ഒരു ഹെൽത്തിന് അരമണിക്കൂർ ആഴ്ചയിൽ 5 ദിവസം നടന്നാൽ തന്നെ അത് മോർ ദൻ ഇനഫാണ് എക്സസൈസ് എന്നുള്ള രീതിയിൽ. ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരി ഡോക്ടർ. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, അതുപോലെ ഉത്കണ്ഠ, ആകുലത, ഇതൊക്കെ എത്രത്തോളമാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത്? ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോടുകൂടി വന്ന ഒരു
പ്രത്യേക ഘടകമാണ്. ഈ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആങ്സൈറ്റിയും സിമ്പത്തറ്റിക് ഓവർലീസ്, അതായത് നെഞ്ചിടിപ്പ് കൂട്ടുന്ന പല ഹോർമോണുകളും എൻസൈംസും ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് കാരണം നെഞ്ച് ഇടുപ്പ് പരമാവധി കൂടുന്നു. ഈ നെഞ്ചിടിപ്പ് കൂടുന്ന വഴി പ്രഷർ, ഷുഗറും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രെസ്സ് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഷുഗറും പ്രഷറും വരാനുള്ള ചാൻസ് ഉള്ളതിനോടൊപ്പം തന്നെ സ്ട്രെസ് ഇറ്റ്സെൽഫ് നമുക്ക് ആങ്സൈറ്റി കൂട്ടുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു പരിധി വരെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കിപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണം, അല്ലാതെ നിവൃത്തിയില്ല, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കണം, അപ്പോഴൊക്കെ സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ കണക്കുള്ള എക്സസൈസാണ് നടത്തുക. ഒരു അരമണിക്കൂർ സമയം നമ്മൾ ദിവസവും കണ്ടെത്തി നടന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എൻഡോർഫിൻസ്, അതായത് നമുക്കൊരു മൂഡ് എലിവേറ്റർ ആയിട്ടുള്ള ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുവഴി നമുക്കൊരു മാനസിക ആരോഗ്യം വീണ്ടെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം മെഡിറ്റേഷനും യോഗയാണ്. ഒരമണിക്കൂർ നമ്മൾ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുകയോ ചെറിയ യോഗ അഭ്യാസങ്ങൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലും ഒരു പരിധി വരെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനാണ്. നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൂടെയുള്ള എന്താ പറയുക, നമ്മുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരും മേലധികാരികളും കൂടെ ഇതിൽ ശ്രദ്ധയെടുക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്ട്രെസ്സ് നമ്മുടെ ഓഫീസ് വർക്കിൻ്റെ സമയത്ത് കുറയ്ക്കാവുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ഓമന പുരുഷോത്തമനാണ്. ഓമന, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഓമന. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, എനിക്ക് 2024 ജൂൺ 22-ാം തീയതി എനിക്ക് ഫേസ് മേക്കർ വെച്ചായിരുന്നു. ഓക്കെ. ഇപ്പം 1 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശ്വാസം മുട്ട് പോണൊക്കെ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു സൈലന്റ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നു പോയിട്ടുണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവര് പറഞ്ഞു ഫേസ് മേക്കർ വെക്കണം എന്നിങ്ങനെ പറഞ്ഞു ആദ്യമേ തന്നെ. അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ പോണക്ക് വേറെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തു, സർജറി എല്ലാം ചെയ്തു, ഫേസ് മേക്കർ വെച്ച് കഴിഞ്ഞിപ്പം 1 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ഇപ്പം എന്ത് കഴിച്ചാലും നെഞ്ചിരിച്ചിലാണ് ഭയങ്കരമായിട്ട്. നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാൻറ്റോസിഡ് തന്നിട്ടുണ്ട് ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിച്ചിട്ടും ഞാൻ ഡോക്ടറെ പോയി കണ്ടായിരുന്നു. അപ്പോഴും മരുന്ന് തന്നിട്ടുണ്ടെങ്കിലും ആൻജിയോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ ബ്ലോക്ക് ഇല്ലായിരുന്നു. ആൻജിയോഗ്രാം ഫസ്റ്റ് ചെയ്ത് നോക്കി ബ്ലോക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ആൻജിയോഗ്രാം ചെയ്തപ്പോ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സാർ പറഞ്ഞു പറ്റത്തുള്ളൂ, പമ്പിങ് കുറവാന്ന് പറഞ്ഞു ഇങ്ങനെ. ഓക്കെ. അപ്പോൾ നമുക്ക് ബേസിക്കലി എനിക്ക് തോന്നുന്നത് പമ്പിങ് കുറവായിട്ട് ഒരുപക്ഷെ കുറവായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമുള്ള ഒരു പേസ് മേക്കറാണ് വെച്ചേക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ പമ്പിങ് കുറവായത് രക്തക്കൊള്ള ബ്ലോക്ക് കൊണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു സാധാരണ വൈറൽ പനി വന്നു പോയാലും മയോകാർഡൈറ്റിസ് ഹാർട്ടിനെ ബാധിക്കുകയും അത് പിന്നെ കാലക്രമേണ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ കുറവ് വരുത്തുകയും ചെയ്യും. അപ്പോൾ അത് കാരണം പമ്പിങ് ഒരു പരിധി കൂടുതൽ കുറവായപ്പോൾ അബ്നോർമലായിട്ടുള്ള ഈ മിടിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൊണ്ടായിരിക്കും ICD അല്ലെങ്കിൽ പേസ് മേക്കർ വെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ള നെഞ്ചെരിച്ചിൽ ഒരു പരിധി വരെ നമ്മൾ ചിലപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആസ്പിരിൻ മുതലായ ഗുളികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാം. അപ്പോൾ ആ ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിലും ആസ്പിരിൻ മുതലായ ഗുളികൾ ചെറിയ രീതിയിലുള്ള വയറിച്ചിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് ഹാർട്ടിൻ്റെ പ്രശ്നം തന്നെ ആവണമെന്നില്ല. ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കൂടെ കാണിക്കാം. അത് ചിലപ്പോൾ കുടലിൽ ചെറിയ രീതിയിലുള്ള അൾസറോ എറോഷനോ മറ്റോ കൊണ്ടും ഈ നെഞ്ചെരിച്ചിലുണ്ടാവാം. നമ്മൾ കയറ്റം കയറുമ്പോഴോ നടക്കുമ്പോഴോ കൂടുതൽ ബുദ്ധിമുട്ട് നെഞ്ചെരിച്ചിൽ മാത്രം വരുന്നുള്ളെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു എക്കോയും മറ്റും ചെയ്തു വെക്കേണ്ട ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു കാർഡിയോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ കാണിക്കുക. കാണിച്ചതിന് ശേഷം എക്കോ, ECG മുതലായ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തുക. ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻഡോസ്കോപ്പി പറയും. എൻഡോസ്കോപ്പി പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക. അൾസറോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാനായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാവിധി തേടിയാൽ മതിയാകും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായത് മനസ്സിലാക്കുന്നു. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്, ഈ ഹൃദയാഘാതത്തിന് മുൻപ് ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം വെട്ടി വീർക്കുക എന്ന് പറയുന്നതൊക്കെ ഹൃദയാഘാതത്തിന് മുൻപ് വരുന്ന ലക്ഷണമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ഉടൻ വൈദ്യസഹായം തേടേണ്ടതുള്ളത്? നമുക്ക് പൊതുവേ ഇപ്പം ജനങ്ങൾക്കെല്ലാം ഒരു അവയർനെസ് ഉണ്ട് ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്. പക്ഷേ യൂഷ്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഹൃദയാഘാതം ഉള്ളൊരാൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമോ ആ സമയത്തോ അത് ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചികിത്സ എടുക്കാതിരിക്കുന്നൊരു പ്രവണതയാണ്. അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ റെട്രോസ്റ്റേണൽ ചെസ്റ്റ് ഡിസ്കംഫോർട്ടാണ്. നെഞ്ചിൻ്റെ നടുഭാഗത്തുള്ള കഴയ്ക്കുന്ന വേദനയാണ്. പക്ഷേ പലർക്കും ഇതിങ്ങനെ തന്നെ വരണമെന്നില്ല. പ്രത്യേകിച്ചും ഡയബറ്റിസ് ഉള്ളവർക്ക് നമ്മുടെ നെർവ്സിനെ ബാധിക്കുന്ന കാരണം ഒരു പരിധി വരെ നമുക്ക്
സെൻസേഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൈലൻ്റായിട്ടും അറ്റാക്ക് വരാം. പിന്നെ വളരെ റെയർലി നമുക്ക് 2 കൈയിലും തരിപ്പ് വരാം, അല്ലെങ്കിൽ വിയർപ്പ് മാത്രമായിട്ട് വരാം. ചിലപ്പോൾ കഴുത്തിൻ്റെ അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ ഭാഗത്ത് നടക്കുമ്പോൾ മാത്രമുള്ള തരിപ്പ് വരാം. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസും അപൂർവമല്ല. ചിലർക്കാണെങ്കിൽ മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി, ഉദാഹരണത്തിന് നമ്മൾ ഒരു 2 നില സ്റ്റെപ്പ് കയറിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഒരു ദിവസം നമുക്ക് 1 നില കയറിയപ്പോൾ തന്നെ തളർന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരിക. അപ്പോൾ 2-3 ദിവസവും അങ്ങനെ കാണുമ്പോൾ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ചെയ്യാൻ പറ്റാത്ത ജോലി ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഹൃദയത്തിൻ്റെ രക്തധമനികളിലുള്ള ബ്ലോക്ക് കാരണം ആകാം എന്നുള്ളതാണ്. പിന്നെ വളരെ അപൂർവം ഒരു സിംറ്റവും ഇല്ലാതെ സഡൻ കാർഡിയാക് ഡെത്ത് സംഭവിക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള പേഷ്യൻസിന്. ഇപ്പോൾ അതൊരു പഠനം നടത്തിയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിൽ ഒരു പഠനം നടത്തി. അതിൽ 60 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഒരു 50% ആളുകൾക്കും 60 വയസ്സിൽ താഴെയായിരുന്നു പ്രായം ഉണ്ടായിരുന്നത് സഡൻ കാർഡിയാക് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഒരു സിംറ്റവും കൂടാതെയും വരാം. പെട്ടെന്ന് കുഴഞ്ഞു വീഴുള്ള മരണം എങ്ങനെ തടയാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടറോട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ഗംഗാധരനാണ്. ഗംഗാധരൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഗംഗാധരൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ, ഒരു ചോദ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ, ഈ ഹാർട്ട് അറ്റാക്കിന് മുൻപ് ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ദിവസം മുൻപെങ്കിലും നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധിക്കുമോ? ചിലപ്പോൾ നമുക്ക് ഒരു പരിധിവരെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ഈ പറഞ്ഞ കണക്ക് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ സാധാരണ പോലെ പറ്റാതിരിക്കുക, നെഞ്ചിടിപ്പ് തോന്നുക, പെട്ടെന്ന് തന്നെ ശരീരക്ഷീണം തോന്നുക, ഇടയ്ക്കിടയ്ക്ക് വിയർത്ത് വരിക, ചിലപ്പോൾ കഴുത്തിൽ മാത്രം തരിപ്പ് വന്നിട്ട് പിന്നെ അത് വലിയ രീതിയിലുള്ള നെഞ്ചുവേദനയായിട്ട് മാറുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് വരെ നമുക്ക് ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നെഞ്ചുവേദനയും നെഞ്ചിരിച്ചിലും വന്നാൽ രണ്ടും 2 തരമാണല്ലോ. അപ്പോൾ ഈ നെഞ്ചുവേദനയും നെഞ്ചിരിച്ചിലും വന്നാൽ ഉടൻ നമ്മൾ ചികിത്സ തേടേണ്ടതുണ്ടോ? നെഞ്ചിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്ന വേദന? അതായത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം വരുന്നത് നെഞ്ചിൻ്റെ ഏത് ഭാഗത്തുള്ള വേദനയാണ്? ടിപ്പിക്കലി നമുക്ക് ഹൃദയാഘാതം വരുന്നത് റെട്രോസ്റ്റേണൽ ചെസ്റ്റ് ഡിസ്കംഫർട്ട്, അതായത് നെഞ്ചിൻ്റെ കൃത്യം നടുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലും നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷേ വളരെ അപൂർവം ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഞ്ചിൻ്റെ 2 വശങ്ങളിൽ വേദനയായിട്ട് വരാം, തോളിൽ വേദനയായിട്ട് വരാം, ചിലപ്പോൾ കഴുത്തിലും താടിയെല്ലിലും വേദനയോ തരിപ്പായിട്ട് വരാം. ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് കൊണ്ടാണ് സാധാരണ ഇങ്ങനെയുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. സോർബിട്രേറ്റ് മുതലായ ചില ടാബ്ലറ്റ്സ് നമ്മുടെ നാക്കിനടിയിൽ ഇടുമ്പോൾ യൂഷ്വലി ഈ വേദന ശമിക്കുന്നതാണ്. പക്ഷേ എന്നാൽ ഒരു പരിധിവരെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും കൂടി നെഞ്ച് വേദന വരാറുണ്ട്. അത് നെഞ്ചിൻ്റെ നടുക്ക് എരിച്ചിലായിട്ടാണ് വരുന്നത്. ഹൃദയാഘാതം വരാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അഞ്ചൈന ഉള്ളവർക്കോ നെഞ്ച് എരിച്ചിലായിട്ടും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എങ്ങനെ വ്യതിയാനം കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ എക്സേഷനിലായിട്ടുള്ള സിംറ്റംസ്, അതായത് എക്സസൈസ് ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ, എന്തിന് കൂടുതൽ പറയുന്നു, തല തോർത്തുമ്പോഴോ പല്ല് തേക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രം ഈ എരിച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, ഇത് ഹൃദയത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അതേസമയം വെറുതെ ഇരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ മാത്രം എരിച്ചിൽ വരികയാണെങ്കിൽ യൂഷ്വലി കുടൽ സംബന്ധമായിട്ടുള്ള അസുഖമാണ്. എന്നാലും കുടൽ സംബന്ധമായ അസുഖങ്ങൾ സാധാരണഗതിയിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്ന വഴി, അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന വഴി മരണകാരണം വരെ ഉണ്ടാകാവുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി ഹൃദയത്തിൻ്റെയാണ് പ്രധാനപ്പെട്ട നെഞ്ചെരിച്ചിൽ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. അതിന് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ECG എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ECG ഇപ്പം നോർമലായാൽ കൂടിയും നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള ഒരു ECG അതെടുക്കുമ്പോൾ നമുക്ക് എക്സേഷൻ, ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഉള്ള ECGയിലുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കുകയും ഈ നെഞ്ചെരിച്ചിൽ മാതിരിയുള്ള സിംറ്റംസ് ആ സമയത്ത് വരികയും ചെയ്യാം. TMD പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ നമ്മളൊരു ഹൈ റിസ്ക് പേഷ്യൻ്റ് ആണ്, നമ്മൾ ഉടനെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സാരീതി ചെയ്യേണ്ടതാണ്. അഥവാ ഗാസ്ട്രോ ഡോക്ടറിനെ കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല, ആഹാരം കഴിക്കുമ്പോൾ മാത്രം കുറച്ച് നെഞ്ചരിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറിനെ കാണിക്കുക. അവർ എൻഡോസ്കോപ്പി മിക്കവാറും സജസ്റ്റ് ചെയ്യും. അതായത് ഒരു കുടലിറക്കിയതിന് ശേഷം വയറ്റിലും മറ്റോ അൾസർ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് എൻഡോസ്കോപ്പി. അപ്പോൾ അത് ചെയ്യുന്ന വഴി നമുക്ക് അൾസറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അതിൻ്റേതായ ചികിത്സാരീതി
തേടാവുന്നതുമാണ്. പിന്നെ മൂന്നാമത്തെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉള്ളവർക്കും ആഹാരം കഴിക്കുമ്പോൾ നെഞ്ചെരിച്ചിൽ വരാവുന്നതാണ്. അത് ഹാർട്ടിൻ്റെ പ്രശ്നവും കൂടി ആകാം. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒത്തിരിയും ബ്ലോക്ക് ഉള്ളവർക്ക് ബ്ലഡ് ഫ്ലോ ഹാർട്ടിലേക്ക് തൽക്കാലത്തേക്ക് കുറയുകയും കുടലിലേക്ക് കൂടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും. ആ സമയത്ത് ബ്ലോക്ക് ഉള്ളവർക്ക് അഞ്ചൈന നെഞ്ചെരിച്ചിലായിട്ട് വരാവുന്നതാണ്. അപ്പോൾ നെഞ്ചെരിച്ചിൽ എപ്പോഴുണ്ടെങ്കിലും അത് നമ്മളൊരു ഹാർട്ടിൻ്റെ ഡോക്ടറെ ആദ്യമേ കാണിക്കുക. അവർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടറെ കൂടെ കാണിക്കുക. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ട്, കൊല്ലത്തു നിന്നും കാർത്തികേയനാണ്. കാർത്തികേയൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ സാബ്. നമസ്കാരം കാർത്തിക്, ഉറക്കെ പറഞ്ഞോളൂ. ഞാൻ 10 കൊല്ലം മുമ്പ് ബൈപ്പാസ് കഴിഞ്ഞതാണ് ചെയ്യാൻ. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 63 വയസ്സുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് നെഞ്ചിന്റെ ഈ പുറയിലും ഫ്രണ്ടിലുമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഇച്ചിരി വലി പോലെ അങ്ങ് വലിക്കുന്ന പോലെ ഒരു വേദന ഇല്ലാത്ത കണക്കുള്ളൊരു ഇറിറ്റേഷൻ വരുന്നു. നടക്കുമ്പോൾ ഇതേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്? നടക്കുമ്പോഴൊന്നും ഒന്നുമില്ല, കാര്യം ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ അത് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാവാൻ സാധ്യത കുറവാണ്. സാധാരണ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യുന്ന ഗ്രാഫ്റ്റിനും അടവുകൾ വരാവുന്നതുമാണ്, അഞ്ചൈന വരാവുന്നതുമാണ്. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് തുറക്കാനും മറ്റേ നേറ്റീവ് വെസൽ, അതായത് നമ്മുടേതായ രക്തക്കുഴൽ ബ്ലോക്കിനെ മാറ്റാനും ഒക്കെ ചികിത്സാരീതി ചെയ്യേണ്ട ആവശ്യമായിട്ട് വരാം. പക്ഷേ ഈ പറഞ്ഞ സിംറ്റംസ് കിടക്കുമ്പോൾ മാത്രമുള്ളത് ഹാർട്ടിൻ്റെ ആവാനുള്ള ജനറലി സാധ്യത കുറവാണ്. എന്നാൽ കൂടിയും ഒരു ECG എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ എക്കോ ടെസ്റ്റ് മുതലായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതും ആവശ്യമാണ്. എന്നാലും സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ് മരണം എങ്ങനെ തടയാമെന്ന വിഷയമാണ് ഹെലോ ഡോക്ടറോട് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P. കൃഷ്ണകുമാർ ആയിരുന്നു. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹെലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.